ചൈനയിൽ തുടങ്ങിയ കൊറോണ വൈറസ് ഭീഷണി പശ്ചിമേഷ്യയെയും പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ ഖത്തറിലും രോഗം സ്ഥിരീകരിച്ചതായുള്ള വാർത്തയും വരുന്നു. ഇതോടുകൂടി അവശേഷിക്കുന്ന ഒരേയൊരു രാജ്യം സൗദി അറേബ്യ മാത്രമാണ്. ഇതിനോടകം തന്നെ ഇറാനിൽ പാർലമെന്റ് അംഗം മരിച്ചതായുള്ള വാർത്തയും പുറത്തേക്ക് വന്നു. സൗദിയിൽ ഉംറ തീർത്ഥാടനം ഇതിനോടകം തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചു. ബഹ്റൈനിലും കുവൈറ്റിലും ഭീതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. UAE-യിൽ നേരത്തെ രോഗം റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ഇതിനോടകം തന്നെ ഭേദമാകുന്ന കാഴ്ചകൾ നാം കണ്ടതാണ്. ചൈനയ്ക്ക് പുറത്ത് ഇറാനിലാണ് കൂടുതൽ പേർ രോഗം ബാധിച്ച് മരിച്ചതെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളെയും കൊറോണ പിടിച്ചുലയ്ക്കുന്നത്. ഇറാനിൽ നിന്നെത്തിയ 36-കാരനാണ് ഖത്തറിൽ രോഗം കണ്ടെത്തിയത്. ചികിത്സ ലഭ്യമാക്കി വരികയാണ്. ഇതിനോടകം തന്നെ ഇദ്ദേഹം ഇടപഴകിയ ആൾക്കാരെ കുറിച്ച് കണ്ടെത്തി വരികയാണ്. നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചികിത്സ ലഭ്യമാക്കാനും അസുഖം ഭേദമാക്കാനും സാധിക്കും. ഇറാനിൽ ചികിത്സയ്ക്ക് മതിയായ സൗകര്യങ്ങളില്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഇറാനിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് കൊറോണ വൈറസ് രോഗം പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിലുള്ള തങ്ങളുടെ എല്ലാ പൗരന്മാരെയും ഖത്തർ കഴിഞ്ഞ ദിവസം പ്രത്യേക വിമാനത്തിൽ ദോഹയിൽ തിരിച്ചെത്തിയിരുന്നു. ഇതിൽ ഒരാൾക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാനിൽ നിന്നെത്തിച്ചവരെ പ്രത്യേക ഹോട്ടലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം നിരീക്ഷിച്ചു വരികയാണ്. അടുത്ത 14 ദിവസം ഇറാനിൽ നിന്നെത്തിയവർ ഈ ഹോട്ടലിൽ തുടരുകയും ചെയ്തു. ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും ഹോട്ടൽ ഒരുക്കിയിട്ടുണ്ട്. ചൈനയിലെ വുഹാനിൽ കഴിഞ്ഞ ഡിസംബറിലാണ് ആദ്യം കൊറോണ വൈറസ് കണ്ടെത്തിയത്. ആഗോളതലത്തിൽ ഇതുവരെ 2900 പേർ മരിക്കുകയും 85,000 പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തു. ചൈനയ്ക്ക് പുറമെ ഇറാൻ, ദക്ഷിണ കൊറിയ, ഇറ്റലി, ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലും കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചതായി റിപ്പോർട്ട് വന്നു. ഇതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിലും ഒരാളുടെ മരണം രേഖപ്പെടുത്തുകയുണ്ടായി. സൗദിയിൽ വിദേശികളുടെ യാത്രയ്ക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മക്ക, മദീന സന്ദർശനം പോലും താൽക്കാലികമായി നിർത്തിവെച്ച കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നാട്ടിൽ പോയി തിരിച്ചു വരുന്ന പ്രവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഖത്തറിൽ ആദ്യ രോഗബാധയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും ആശങ്ക പടരുകയാണ്. ഇറാനിൽ 43 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക വിവരം. ഇതിൽ പാർലമെന്റ് അംഗവും ഉൾപ്പെടുന്നതാണ്. 600 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. വൈസ് പ്രസിഡന്റ്, ആരോഗ്യ സഹമന്ത്രി, 5 MP എന്നിവർക്കും ഇറാനിൽ രോഗം ബാധിച്ചിട്ടുണ്ട്. ഇറാൻ പാർലമെന്റ് അടയ്ക്കുകയുണ്ടായി. ആഭ്യന്തര യാത്രാ നിയന്ത്രണവും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തി. ഇറാനിൽ സ്കൂളുകളും സർവകലാശാലകളും അടച്ചിടുകയും ചെയ്തു. കായിക നാടക കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നില്ല. ഖത്തറിന് പുറമെ ഒമാനിലും കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇറാനിൽ നിന്നെത്തിയ വ്യക്തിക്കാണ് ഒമാനിലും രോഗം ബാധിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.